2 പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇത് തയ്യാറാക്കാൻ ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് മുറിച്ച പഴം ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിടി ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വറുത്ത റവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൊണ്ട് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതാണ് കേട്ടോ നമ്മൾ പഴം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അടിപൊളി സ്നാക്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചത് അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിരുന്നു. തണുത്തതിന് ശേഷം ഇതുപോലെ കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതുപോലുള്ള ചെറിയ ബോൾസാക്കി എടുക്കുക, ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായി വെളുത്ത എള്ള് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി കൈ ഉപയോഗിച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി തയ്യാറാക്കാനായി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുകളിലത്തെ ഭാഗം ഗോൾഡൻ കളർ ആയതിനു ശേഷം അപ്പോൾ തന്നെ വാങ്ങി മാറ്റി വെക്കണം.